ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ചൂടത്ത് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്ലോ വിത്ത് ഗ്ലാസ് സ്കിൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ കണ്ടാലോ. മറ്റൊന്നുമല്ല, നമ്മുടെ മാമ എർത്തിൻ്റെ സൺസ്ക്രീൻ ആണ്. ഈ ഒരു സൺസ്ക്രീനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇതിലെ ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഹീറോ എന്ന് പറയുന്നത്. കാരണം ഇതിൽ നിയാസിനമൈഡ് റൈസ് വാട്ടർ ഒക്കെ ഉണ്ട്, ആൻഡ് ഓൾസോ അലോവേര ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു സൂത്തനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബ്രൈറ്റനിങ് കൊണ്ടുവരുന്നുണ്ട്. അതും വെറും ബ്രൈറ്റനിങ് അല്ല, ഒരു ഗ്ലാസ് സ്കിൻ ഗ്ലോ തന്നെയാണ് കിട്ടുന്നത്. അതിന് കാരണം റൈസ് വാട്ടർ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മാമ എർത്തിൻ്റെ ഈ ഒരു റൈസ് വാട്ടർ ഡ്യൂയി സൺസ്ക്രീനെ കുറിച്ചിട്ട് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ. ഇതിൻ്റെ ഫോം വരുന്നത് ഒരു ക്രീം ബേസ് ആയിട്ടുള്ളൊരു ഫോമാണ്. നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ക്രീം ബേസ് ആയതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും ഇത് അബ്സോർബ് ചെയ്യാൻ കുറച്ചധികം ടൈം എടുക്കുന്നുണ്ടോ, ഭയങ്കര ഡിഫിക്കൽട്ടാണോ, എഫേർട്ടാണോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. അങ്ങനെയൊന്നുമില്ല, ക്വിക്കായിട്ട് തന്നെ അബ്സോർബ് ചെയ്ത് പോകുന്നുണ്ട്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ക്രീമി കൺസിസ്റ്റൻസിയാണ് കേട്ടോ. ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും മാച്ചിങ് ആണ്. അപ്പം നമുക്ക് അപ്ലൈ ചെയ്ത് കാണിക്കാം. കണ്ടോ, പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് തന്നെ ഒരു ഫ്ലൂയിഡ് സൺസ്ക്രീനിൻ്റെ ആ ഒരു സെയിം ഇതിൽ തന്നെയാണ് ഈ ഒരു സൺസ്ക്രീനും വരുന്നത്. ക്രീം ബേസ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര എന്താ പറയുക, ലൈറ്റ് വെയിറ്റ് കൺസിസ്റ്റൻസിയാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട് കേട്ടോ. നമുക്കൊരു പ്രൊട്ടക്ഷൻ മാത്രമല്ല, നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാനും നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക, എളുപ്പമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ SPFൻ്റെ ക്വാണ്ടിറ്റിയിലേക്ക് വരികയാണെങ്കിൽ SPF 50+, PA 4+ ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. കണ്ടോ, നോൺ സ്റ്റിക്കി, ഇറ്റ്സ് എ യൂണിസെക്സ് സൺസ്ക്രീൻ. അതോടൊപ്പം തന്നെ നല്ലൊരു ഹൈഡ്രേഷനും ഓൾറെഡി നമുക്ക് വേണ്ട ഒരു കാര്യമാണ്. സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പം സൺ പ്രൊട്ടക്ഷനിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഒരു പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യണം. സോ ഇത് നമ്മുടെ സ്കിന്നിന് നല്ല രീതിക്ക് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്, ആൻഡ് ഓൾസോ റെഡ്നെസ്, പിഗ്മെന്റേഷൻ ഒക്കെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒട്ടും തന്നെ സ്റ്റിക്കി ഫീലോ അല്ലെങ്കിൽ ഗ്രീസി ആയിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഒരു ഡ്യൂയി ഫിനിഷാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. എക്സാക്ട്ലി നമ്മുടെ സ്കിന്നിൽ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ലുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു സൺസ്ക്രീനിൻ്റെ ആപ്ലിക്കേഷൻ കഴിയുമ്പോൾ തന്നെ. പിന്നെ ഒരു ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ശരിക്കും നല്ലൊരു ഹൈഡ്രേഷൻ തന്നെ നമുക്ക് ഈ ഒരു മാമ എർത്തിൻ്റെ റൈസ് വാട്ടർ ഡ്യൂയി സൺസ്ക്രീൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒട്ടും തന്നെ ഗ്രീസി ഓർ സ്റ്റിക്കി വൈറ്റ് കാസ്റ്റ് ഫീലിംഗ് ഒന്നും തന്നെ നമുക്കിത് അപ്ലൈ ചെയ്യുമ്പം ഇല്ല. പിന്നെ നമുക്ക് ടാനിൽ നിന്ന് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സ്യൂട്ടബിൾ ആണ് കേട്ടോ. എപ്പോഴും നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ റീഅപ്ലൈ ചെയ്ത് കൊടുക്കണം. ഈ ഒരു സൺസ്ക്രീനിൻ്റെ അവർ പ്രൊട്ടക്ഷൻ അവേഴ്സ് പറഞ്ഞിട്ടുള്ളത് 6 hours വരെയാണ്. സോ ഓരോ 6 hour കഴിയുമ്പോഴും നമ്മുടെ സ്കിന്നിൽ റീഅപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക, നെക്കിൽ അപ്ലൈ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ സൺലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ഏരിയാസിൽ നമ്മുടെ കയ്യിലും അതോടൊപ്പം തന്നെ കാലിലൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഡാർക്ക് സ്പോട്ടും പിഗ്മെന്റേഷനും അൺഈവൻ ടോണൊക്കെ ചേഞ്ച് ചെയ്ത് ഈവൻ ടോണൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും സണ്ണിൽ നിന്ന് എമിറ്റ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാവുന്ന ഡാമേജസ് ഉണ്ടല്ലോ, സൺ ബേൺസ് ഒക്കെ കാരണം അല്ലെങ്കിൽ സൺ ബേൺ പോലുള്ള ഡാമേജസ് ഒക്കെ റിപ്പയർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് നിയാസിനമൈഡ് ആണ്. പിന്നെ റൈസ് വാട്ടർ എന്ന് പറയുന്നത് സൺ പ്രൊട്ടക്ഷന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ആൻഡ് ഓൾസോ നമുക്ക് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലാസ് ബേസ്ഡ് ആയിട്ടുള്ള, അതായത് ഗ്ലാസ് സ്കിൻ ഗ്ലോ തരാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് അലോവേരയിലേക്ക് വരികയാണെങ്കിൽ അലോവേര എന്ന് പറയുന്നത് നല്ലൊരു ഹൈഡ്രേഷൻ, ബ്രൈറ്റനിങ് തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിനെ ഒന്ന് കാമാക്കാനും ഒന്ന് സൂത്തൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ അലോവേര ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇത് മൂന്നിൻ്റെയും കൂടെ ബ്ലെൻഡ് ആകുമ്പോൾ നമ്മുടെ സ്കിന്നിന് പ്രൊട്ടക്ഷൻ, ഹൈപ്പർ പിഗ്മെന്റേഷൻ, റെഡ്നെസ് പോലുള്ള കാര്യങ്ങൾ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ നമ്മുടെ സ്കിൻ എപ്പോഴും പ്ലംപി ആൻഡ് സോഫ്റ്റ് ആയിട്ടും അതോടൊപ്പം തന്നെ പ്രൊട്ടക്റ്റഡ് ആയിട്ടും കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രീമച്ചുർ ഏജിങ് പോലുള്ള കാര്യത്തിൽ നിന്നൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൺസ്ക്രീനും കൂടെയാണ്. ഇതൊരു അഫോർഡബിൾ പ്രൈസിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ്. ഇപ്പം നൈക്കയിലും അതോടൊപ്പം തന്നെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും മിന്ത്രയിലൊക്കെ അവൈലബിൾ ആണ്. ഞാനിവിടെ വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ അത്യാവശ്യം ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ റേറ്റിംഗിലേക്ക് വരികയാണെങ്കിൽ അറൗണ്ട് ഒരു 4.5, 4.7 ആ ഒരു റേറ്റിംഗ് ഒക്കെ ഉണ്ട് ഔട്ട് ഓഫ് 5. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ധൈര്യമായിട്ട് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീൻ കൂടെയാണ്. നല്ലൊരു റേറ്റിംഗ് ഉള്ള ഒരു സൺസ്ക്രീനും കൂടെ ആണല്ലോ. നല്ല പ്രൊട്ടക്ഷൻ പ്ലസ് നല്ലൊരു ബെനിഫിറ്റ് ഇല്ലെങ്കിൽ അത്രയും റേറ്റിംഗ് ഈ ഒരു പ്രൊഡക്റ്റിന് വരില്ലല്ലോ. അതോടൊപ്പം ഇനി അടുത്തായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ഈ ഒരു സൺസ്ക്രീനിൻ്റെ അടുത്ത കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇത് പാരബൻ ഫ്രീ ആയിട്ടുള്ളൊരു സൺസ്ക്രീൻ ആണ്. ആൻഡ് ഓൾസോ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഡെയിലി നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്തേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് സൺസ്ക്രീൻ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ഡെയിലി നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ അതായത് റീഅപ്ലിക്കേഷൻ നീഡഡ് ആണ് കേട്ടോ. ഓരോ 6 hours കഴിയുമ്പോഴും സൺസ്ക്രീൻ നമ്മൾ മസ്റ്റായിട്ട് റീഅപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു സൺസ്ക്രീനെ കുറിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ
ഇതിൽ ഇത്ര ഇൻഗ്രീഡിയൻസ് അല്ലാണ്ട് വേറെയും കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലിസ്റ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അപ്ലൈ ചെയ്യുമ്പം ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഭയങ്കര ജെൻറ്റിലായിട്ട് മസാജ് ഓവർ ചെയ്ത് നമ്മുടെ സ്കിന്നിലേക്ക് ഇത് എന്താ പറയുക എത്തപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ജസ്റ്റ് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ആക്കി പോവുകയല്ല ചെയ്യേണ്ടത്. നന്നായിട്ട് സമയമെടുത്ത് ഭയങ്കര സ്ലോ ആയിട്ട് തന്നെ നമ്മൾ എന്താ പറയുക ഭയങ്കര ജെൻറ്റിലായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് ഉടനെ തന്നെ നമ്മൾ പുറത്തേക്ക് പോകരുത്. ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 20 മിനിറ്റിനൊക്കെ ശേഷം പുറത്തിറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. എപ്പോഴും നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പം വളരെ ജെൻറ്റിലായിട്ട് മസാജ് ചെയ്യണം. അതായത് ആ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ സ്കിന്നിൽ അബ്സോർവ് ആവുന്നിടം വരെ. പിന്നെ ഇതിൽ റൈസ് വാട്ടർ ആൻഡ് നിയാസിനമൈഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റനിങ്ങും അതോടൊപ്പം തന്നെ ഗ്ലാസ് സ്കിൻ ഗ്ലോവും ഈവൻ ആക്കുന്നുണ്ട്. അണീവൻ ആയിട്ടുള്ള ടോണുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ അണീവൻ ടോണൊക്കെ മാറ്റിയിട്ട് ഈവൻ ടോണിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ മേക്കപ്പ് ഒന്നും ഇടാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ്, നിങ്ങൾക്കൊരു ഡ്യൂയി ഫിനിഷ് വേണം, ഇതേപോലത്തെ കുറേ അധികം റെഡ്നെസ്, പിഗ്മെൻറ്റേഷൻ, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, അണീവൻ ടോണൊക്കെയാണ് നിങ്ങളുടെ കൺസേൺ എങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ആയിട്ടുള്ളൊരു അഫോർഡബിൾ സൺസ്ക്രീൻ തന്നെയാണ്. അപ്പോൾ നമ്മുടെ മാമ എർത്തിൻ്റെ റൈസ് വാട്ടർ അതോടൊപ്പം തന്നെ ഡ്യൂയി സൺസ്ക്രീനെ കുറിച്ചിട്ടുള്ള അത്യാവശ്യം വേണ്ട ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.